നേർവീതി പ്രഭാഷണ പരമ്പരയിലേക്ക് ഏവർക്കും സ്വാഗതം. സുവിശേഷകൻ കുഞ്ഞുമോൻ തോട്ടപ്പള്ളി ഇപ്പോൾ നിങ്ങളുമായി ദൈവവചനം പങ്കുവയ്ക്കുന്നു. ശ്രദ്ധിച്ചാലും. യേശു പ്രവചന പുരുഷൻ. ദൈവനാമത്തിൽ മഹത്വമുണ്ടാകട്ടെ. യോഹന്നാൻ സുവിശേഷം 1-ാം അധ്യായത്തിന്റെ 6 മുതലുള്ള വാക്യങ്ങൾ ഞാൻ വായിക്കുന്നത് ശ്രദ്ധിച്ചാലും. ദൈവം അയച്ചിട്ട് ഒരു മനുഷ്യൻ വന്നു. അവന് യോഹന്നാൻ എന്നു പേർ. അവൻ സാക്ഷ്യത്തിനായി താൻ മുഖാന്തരം എല്ലാവരും വിശ്വസിക്കേണ്ടതിന് വെളിച്ചത്തെക്കുറിച്ച് സാക്ഷ്യം പറവാൻ വന്നു. അവൻ വെളിച്ചമായിരുന്നില്ല, വെളിച്ചത്തിന് സാക്ഷ്യം പറയേണ്ടുന്നവനത്രേ. ഏതു മനുഷ്യനെയും പ്രകാശിപ്പിക്കുന്ന സത്യവെളിച്ചം ലോകത്തിലേക്ക് വന്നുകൊണ്ടിരുന്നു. അവൻ ലോകത്തിലുണ്ടായിരുന്നു. ലോകം അവൻ മുഖാന്തരം ഉളവായി, ലോകമോ അവനെ അറിഞ്ഞില്ല. ദൈവം മനുഷ്യവർഗത്തെ രക്ഷിക്കുവാൻ വെളിച്ചമുള്ളവനായി, തേജസ്സുള്ളവനായി, ആത്മാവുള്ളവനായി, ദൈവബോധമുള്ളവനായി യേശു മനുഷ്യനെ സൃഷ്ടിച്ചെങ്കിലും ഇരുട്ടിൻ്റെ അധിപതി സാത്താൻ അവനെ വഞ്ചിക്കാനിടയായി, സാത്താൻ്റെ സ്വാധീനത്തിൽപ്പെടുവാൻ, അല്ലെങ്കിൽ മനുഷ്യൻ പാപിയായി തീരാനിടയായി. ചില ആളുകളൊക്കെ പഠിപ്പിക്കുന്നത് മനുഷ്യന് അങ്ങനെ ജന്മനാ പാപിയൊന്നും അല്ല, സാഹചര്യങ്ങളാണ് മനുഷ്യന് പാപിയാക്കുന്നതെന്നാണ്. മനുഷ്യൻ്റെ സത്ത അത് നല്ലതാണെന്നാണ്. സ്വർണം ചെളിക്കകത്ത് പോയാൽ അത് ചെളി പിടിച്ചിരിക്കും. ആ ചെളി കഴുകിക്കളയുമ്പോൾ വെട്ടിത്തിളങ്ങും സ്വർണം. അതുപോലെയാണ് മനുഷ്യൻ്റെ അവസ്ഥയെന്നാണ്. പക്ഷെ അങ്ങനെയല്ല. മനുഷ്യൻ്റെ ഉള്ളിൽ ദുശ്ചിന്ത, വ്യഭിചാരം, കൊലപാതകം, മോഷണം, അസൂയ, അത്യാഗ്രഹം, ചതി, ദുഷ്കാമം, വിടക്കേട്, ആഭിചാരം, പക, പിണക്കം, ജാരശങ്ക, ക്രോധം, ശാഠ്യം, തൊന്നപക്ഷം, ഭിന്നത, വെറുക്കൂത്ത്, മദ്യപാനം, ഇതെല്ലാം ഉണ്ടെന്നാണ് യേശു പഠിപ്പിച്ചത്. ആദാം അവൻ പിശാചിനാൽ വഞ്ചിക്കപ്പെട്ട് പാപിയായി. അതിനുശേഷമാണ് ഇവിടെ സന്തതി പരമ്പരകൾ ഉണ്ടായത്. അവർ വെളുത്തവരുണ്ട്, കറുത്തവരുണ്ട്, വിദ്യാഭ്യാസമുള്ളവരുണ്ട്, ഇല്ലാത്തവരുണ്ട്, നല്ല മതബോധനമുള്ളവർ ഒക്കെ ഉണ്ട്, ഇല്ലാത്തവരുണ്ട്. മനുഷ്യൻ ഏത് തരത്തിൽപ്പെട്ടവരാണെങ്കിലും അവൻ്റെ ഉള്ളിൽ പാപമുണ്ട്. അതുപോലെ ശരിയാണ്. ജയിലിൽ നമുക്കറിയാമല്ലോ, വളരെ ഭക്തി ഉണ്ടെന്ന് അഭിനയിച്ച് നടന്ന എത്രയോ പേരാണിപ്പോൾ ജയിലിൽ കഴിയുന്നത്. അല്ലാതെ ജയിലിൽ മദ്യപാനികൾ അല്ലെങ്കിൽ മയക്കുമരുന്നുകാരും പോക്കറ്റടിക്കാരും മാത്രമല്ലല്ലോ, വലിയ അഠ്യന്മാരായ മത നേതാക്കളും അവിടെ ഉണ്ട്. അതിൻ്റെ അർത്ഥം എന്താണ്? മനുഷ്യൻ്റെ ഉള്ളിൽ മോഷണമുണ്ട്, കൊലപാതകമുണ്ട്, ദ്രവ്യാഗ്രഹമുണ്ട്, നിഗളമുണ്ട്, അഹങ്കാരമുണ്ട് എന്നല്ലേ? മനുഷ്യൻ ജന്മനാ പാപിയാണ്. അങ്ങനെ ജന്മനാ പാപിയായി തീർന്ന മനുഷ്യവർഗത്തെ രക്ഷിക്കാൻ, അവർക്ക് വെളിച്ചം നൽകാൻ, തേജസ് നൽകാൻ, അവരെ ദൈവമക്കളാക്കാനാണ് ദൈവം മനുഷ്യനായി ഭൂമിയിലേക്ക് വരുവാൻ ഇടയായത്. അതിന് മുന്നോടിയായിട്ട് ഒരാൾ വരുമെന്ന് യെശയ്യാപ്രവചനം 40-ാം അധ്യായത്തിൽ ഉണ്ടായിരുന്നു. മരുഭൂമി വിളിച്ചു പറയുന്നതിൻ്റെ വാക്കാമിത്, യഹോവയ്ക്ക് വഴിയൊരുക്കുവീൻ എന്നൊരുത്തൻ വിളിച്ചു പറയും എന്നാണ്. അത് യോഹന്നാൻ ശാപകന്റെ കാര്യമാണ്. രാജാക്കന്മാരൊക്കെ വരുമ്പോൾ മുന്നോടിയായിട്ട് ഇതാ രാജാവ് പുറകെ വരുന്നു എന്ന് പറയുന്നത് പോലെ മനുഷ്യവർഗത്തെ രക്ഷിക്കുവാൻ ദൈവം മനുഷ്യാവതാരം ചെയ്ത ആ കാര്യം ഒരു ആള് വിളിച്ചു പറയും, മരുഭൂമിയിൽ വിളിച്ചു പറയുമെന്നുണ്ട്. അത് യോഹന്നാനാണ് അത് ചെയ്തത്. പക്ഷെ യോഹന്നാന് ദൈവം മനുഷ്യനാകുന്നത് ആരാണ്, എവിടെയാണ്, എന്താണെന്ന് ഒന്നും അറിഞ്ഞുകൂടായിരുന്നു. പക്ഷെ അദ്ദേഹം വിളിച്ചു പറഞ്ഞു. ഭക്തനായ യോഹന്നാൻ, അതായത് സാധാരണ ഭക്ഷണം കഴിക്കാത്ത, സാധാരണ വസ്ത്രം ധരിക്കാത്ത, വളരെ സാത്വികനായ യോഹന്നാൻ വിളിച്ചു പറഞ്ഞു, എൻ്റെ പിന്നാലെ ദൈവം മനുഷ്യനാകും, മനുഷ്യനെ രക്ഷിക്കാൻ വരും, നിങ്ങൾ അവനെ സ്വീകരിക്കണം, അതിനായിട്ട് ഒരുങ്ങുക. അതായിരുന്നു യോഹന്നാൻ്റെ ശുശ്രൂഷ. എന്നാൽ നാം ഇവിടെ പറയുന്നത് അവൻ ലോകത്തിലുണ്ടായിരുന്നു, അല്ലെങ്കിൽ സത്യം വിളിച്ചാൽ ലോകത്തിലേക്ക് വന്നുകൊണ്ടിരുന്നു. പലപ്പോഴും യേശു മനുഷ്യൻ പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ട്. ഇതിനു മുമ്പ് ആദാം കണ്ടത് യേശുവിനെയാണ്, അബ്രഹാം കണ്ടത് അല്ലെങ്കിൽ മോശ കണ്ടത് യേശുവിനെയാണ്. ആരെല്ലാം ദൈവത്തിൻ്റെ പ്രത്യക്ഷത കണ്ടിട്ടുണ്ടോ അതെല്ലാം യേശുവിനെയാണ്. ദൈവത്തെ ആരും ഒരു നാളും കണ്ടിട്ടില്ല. അവൻ്റെ മടിയിലിരുന്ന ഏകജാതനായ പുത്രൻ അവനെ വെളിപ്പെടുത്തിയിരിക്കുന്നു എന്നാണ്. അപ്പോൾ യേശുവിനെ മനസ്സിലാക്കാൻ ആളുകൾക്ക് കഴിഞ്ഞില്ല
എന്നാണ് നാം ഇവിടെ വായിച്ചത്. അവൻ ലോകത്തിലുണ്ടായിരുന്നു, ലോകമോ അവനെ അറിഞ്ഞില്ല. പ്രിയപ്പെട്ടവരെ, യേശുവാണ് പ്രപഞ്ച സൃഷ്ടാവ്. യേശുവാണ് പ്രപഞ്ചത്തെ നയിക്കുന്നത്. തൻ്റെ ശക്തിയുള്ള വചനത്താൽ സകലത്തെയും വഹിക്കുന്നത് യേശുവാണെന്ന് ആളുകൾക്ക് അറിഞ്ഞുകൂടാ. മനുഷ്യന്റെ നരകമേറ്റ് മനുഷ്യന് വേണ്ടി യാഗമായത്, രക്ഷാമാർഗം ഒരുക്കിയത് യേശുവാണ്. ആളുകൾക്ക് അറിഞ്ഞുകൂടാ. അതറിയാൻ ആളുകൾ ശ്രമിക്കാറില്ല. പ്രിയപ്പെട്ടവരെ, ഇതുപോലെ പ്രവചനപ്രകാരം ജനിച്ച, ജീവിച്ച, മരിച്ച, അടക്കപ്പെട്ട, ഉയർത്തെഴുന്നേറ്റ് സ്വർഗാരോഹണം ചെയ്ത വേറെ ആരുമില്ല. ഇതുപോലെ ഇനിയും വരാം, ദൈവരാജ്യം സ്ഥാപിക്കാൻ വരാമെന്ന് പറഞ്ഞ ആരുമില്ല. ഇതുപോലെ തൻ്റെ വീണ്ടും വരവിൻ്റെ അടയാളങ്ങൾ പറഞ്ഞ വേറെ ആരുമില്ല. അതുകൊണ്ട് യേശുവിനെ കുറിച്ച് പഠിക്കുവാൻ, അറിയുവാൻ, യേശുവിനെ സ്നേഹിക്കാൻ, വിശ്വസിക്കാൻ, അനുസരിക്കാൻ, ആരാധിക്കാൻ ദൈവം നമുക്ക് ബുദ്ധി തരട്ടെ. കർത്താവിൻ്റെ വലിയൊരു നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ.